അപ്പോൾ ആദ്യ 2 ഭാഗങ്ങളുടെ കുറെ ഫൂട്ടേജും പുതിയ പടത്തിന്റെ 2-3 ഷോട്ട്സും മാത്രം ഉണ്ടായിരുന്ന ടീസറിന് ശേഷം ദൃശ്യം 3യുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ട്രെയിലറിനെ മൊത്തത്തിൽ നോക്കിയാൽ അതിലുള്ള കാര്യങ്ങളെ ബ്രോഡായിട്ട് നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതായത് 50% ഭയം, ബാക്കി ഒരു 50% കുറ്റബോധം അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യം തലയിലിട്ട് ഒരുപാട് കാലം കളിച്ചവന് ഉണ്ടാവുന്ന ഒരു മെന്റൽ ഫെറ്റീഗ് അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലെ കരുത്തിന് സംഭവിച്ച ഒരു വിള്ളൽ. അപ്പോൾ അതെന്തായാലും നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്തവണയും ഓപ്പോസിറ്റ് പഴയ ആളുകളും കുറച്ച് പുതിയ ആളുകളും വരുന്നു. ശേഷം ഇയാളുടെ ഒരു 4ാം ക്ലാസ്സുകാരൻ്റെതല്ലാത്ത ബുദ്ധിയിലൂടെ അവരുടെയൊക്കെ മൂവ്മെന്റിനെ ടാക്കിൾ ചെയ്യുന്നു. ഈ ഒരു പരിപാടിക്ക് അപ്പുറത്തേക്ക് ദിസ് ടൈം ഹീസ് ഡൗട്ടിങ് ഹിംസെൽഫ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന തന്നെ തന്റെ മക്കൾ തന്നെ ഒരു ക്രിമിനൽ ആയിട്ടാണോ കാണുന്നത് എന്നൊരു പേടി. സോ ദിസ് ടൈം ദ കോൺഫ്ലിക്ട് ഈസ് വിത്തിൻ ദ ഹീറോ ഇറ്റ് സെൽഫ്. അതൊരു വെറൈറ്റി ആംഗിൾ അല്ലേ? എന്തായാലും ട്രെയിലർ നല്ല ടെൻഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. പുതിയൊരു ക്യാരക്ടറിനെയും കണ്ടു, വീണ നന്ദകുമാർ. ഒരുപക്ഷെ ഇത്തവണ അവരായിരിക്കും ഇയാൾക്കെതിരെ അന്വേഷിച്ചിറങ്ങുന്നത്. വടവർ നല്ല പ്രതീക്ഷ നൽകുന്ന, തിയേറ്ററിൽ ഇയാൾ പെട്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളോട് പറയുന്ന ഒരു ട്രെയിലർ തന്നെയാണ്. ആൻഡ് ഈ ജോർജ് കുട്ടിയുടെ മാനസാന്തരമൊക്കെ കാണുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തോടു കൂടി ഈ സിനിമയ്ക്ക് ഒരു അറ്റം കാണണമെന്നാണ്. അതായത് വൺസ് ഫോർ ഓൾ ദേ ഷുഡ് ഫിനിഷ് ഇറ്റ്. പക്ഷെ അങ്ങനെ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ജോർജ് കുട്ടി പിടിക്കപ്പെടണം, പക്ഷെ അയാൾ നായകനാണ്. ഇനി അല്ലെങ്കിൽ വരുൺ മടങ്ങി വരികയോ ഐജിക്ക് വേറെ കുട്ടി ഉണ്ടാവുകയോ ചെയ്യണം. എന്തായാലും ഈ പറഞ്ഞതൊന്നും സംഭവിക്കാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഇത് ഇവിടം കൊണ്ടും തീരുമെന്ന് തോന്നുന്നില്ല. ആൻഡ് തീർക്കണമെന്ന് അവർക്കും ഉണ്ടാവില്ല. കാരണം ബിസിനസ് വൈസ് ഇതൊരു ഹൈലി സക്സസ്ഫുൾ ഫ്രാഞ്ചൈസ് ആണ്. എനിവേസ് ലെറ്റ്സ് സീ, ബാക്കി നമുക്ക് 10 ദിവസങ്ങൾ കൊണ്ട് അറിയാം.